ഹായ്, രാജ് ടോക്സിൻ്റെ ഒരു ഇഷ്യൂ ഞാൻ ഇന്നലെ ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. രാജ് ടോക്സ് ഇന്നത് കേസായിട്ട് പോയിട്ടുണ്ടെന്നാണ് അറിഞ്ഞിട്ടുള്ളത്. ഞാനും ഉണ്ടായിരുന്നു. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ പറഞ്ഞൊരു കാര്യമാണ്, രാജ് ടോക്സിനെ വെറുതെയാണ് അങ്ങനെ വൃത്തിയോട് പറയണത്. പിന്നെ ഈ ജാതികളുടെ ഒരു പ്രശ്നം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ആണും പെണ്ണും ഒരല്പം അപ്പം അയാളിട്ട ഒരു വീഡിയോ ഞാൻ ഷെയർ ചെയ്തുകൊണ്ട് എൻ്റെ കാമുകനായി അയാൾ. അതുമാത്രമല്ല, ഞങ്ങൾ തമ്മിലുള്ള ചാറ്റ് ഹിസ്റ്ററി വരെ അവരുടെ കയ്യിലുണ്ട്. എന്തൊക്കെയാണ് ഈ സ്ത്രീ എഴുതി വെക്കുന്നതെന്ന് അറിയാമോ? അങ്ങനെയൊക്കെ പറഞ്ഞ് ശീലം, അങ്ങനെയൊക്കെ ജീവിച്ച ശീലമുള്ളവർക്കാണ്. അപ്പം അതൊക്കെ അവർ പറയട്ടെ. അപ്പോൾ പുള്ളിയുടെ ഭാഗത്ത് നിന്ന് ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ വന്നിട്ടുണ്ട്. പുള്ളി പരാതിയൊക്കെ കൊണ്ട് കൊടുത്ത ശേഷം അക്കാര്യം പറയുന്നുണ്ട്. ഇവർ പറയുന്നതിലുള്ള ഏറ്റവും വലിയ നുണ അവിടെ പബ്ലിഷ് ആവുകയാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു, ഈ വീഡിയോ ഷെയർ ചെയ്തത് ഞാനാണ്. ഈ വീഡിയോ എന്നെയാണ് ആദ്യം, ആ കുട്ടി, ആ മോള് എന്നെയാണ് ആദ്യം വിളിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം നിങ്ങൾക്ക് ഫേസ്ബുക്കിൻ്റെ ഒരു അവസ്ഥ അറിയത്തില്ല. രേഷ്മയ്ക്ക് വേണ്ടിയിട്ട് ഫേസ്ബുക്കിൽ അത്രത്തോളം ആൾക്കാർ വന്ന് നമ്മളെ പച്ചത്തെറി വിളിക്കുന്നുണ്ട്. കുറേ എണ്ണം ഉണ്ട്, കോമളം, ബിന്ദു, ഇങ്ങനെ തുടങ്ങി. അതിൽ ബിന്ദുവിനെയാണ് ഞങ്ങൾ കൈയോടെ പൊക്കിയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ കുറേ കാലങ്ങളായി ഞങ്ങൾ കേൾക്കുന്ന തെറിയും ഞങ്ങളെ പറയുന്ന അസഭ്യവും വൃത്തികേടുകളും ഒക്കെ കേട്ടിട്ടിരിക്കുമ്പോഴത്തേക്കാണ് അവർ ഇങ്ങനെ ഒരു ചാത്തൻ സേവയുണ്ടെന്നും 17ഓളം ID അവർക്കുണ്ടെന്നും ഒക്കെയുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ആ ഒരു വിഷയം കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായൊരു കാര്യം, ഈ സ്ത്രീയെ എക്സ്പോസ് ചെയ്യാം. ബിക്കോസ് നമ്മൾ പറയണത് മാത്രമാണ് എല്ലാവരും ഹൈലൈറ്റ് ചെയ്യണത്. അപ്പുറത്തെ സൈഡിൽ നിന്ന് നമുക്കുണ്ടാവുന്ന അറ്റാക്ക് ആരും കാണുന്നില്ല. അപ്പോൾ ഇത് ഹൈലൈറ്റ് ചെയ്യേണ്ട ഒരു വിഷയമാണെന്ന് മനസ്സിലായത് കൊണ്ടാണ് ഞാനത് എടുത്തതും. പക്ഷെ എനിക്കത് പബ്ലിഷ് ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. അതിൻ്റെ കാരണം എൻ്റെ അമ്മയാണ്. പിന്നെ ഇവരൊക്കെ ഇട്ടപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, അമ്മ ഞാനും കൂടെ ഇടട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് എനിക്കത് ഇടാനുള്ള പെർമിഷൻ കിട്ടിയത്. ചില സമയത്തൊക്കെ അങ്ങനെ വിലക്കും, ഇതൊന്നും വേണ്ട, ഇതൊക്കെ വിടുമെന്ന് പറയും. കാരണം അവർ പറയണ കേട്ടോ, അത്രയും ഭീകരമായ കാര്യങ്ങളാണ് ആ സ്ത്രീ പറയുന്നത്. മക്കൾക്ക് അസുഖം വരട്ടെ, നീയൊക്കെ പുഴുത്ത് തീരട്ടെ, എന്തൊക്കെ മന്ത്രങ്ങളൊക്കെ ചെല്ലുന്നുണ്ട് അതിനകത്ത്. ഞാൻ ആ വീഡിയോ ഇട്ടിട്ടുണ്ട്, നിങ്ങളത് ഞാൻ വേണമെങ്കിൽ ഫസ്റ്റ് കമൻറ്റ് പിൻ ചെയ്ത് വെച്ചേക്കാം, അവരുടെ വോയിസ് ഉള്ളത്. അപ്പോൾ ഇവർ കൊണ്ടുപോയി ഒരു പരാതി കൊടുത്തു. പോലീസ് എന്നെ വിളിച്ചു. ഞാനപ്പോൾ പോലീസിന് ഇവരെന്നെ തെറി വിളിച്ചത് ഉൾപ്പെടെ അങ്ങോട്ട് ഇട്ട് കൊടുത്തു. എനിക്കറിയത്തില്ല, ഇതിലൊക്കെ നമ്മളെ ഒന്ന് പറയും, നമ്മളെ മോശം പറയും, നമ്മളെ ഇഷ്ടം മാതിരി പറയും. എന്നിട്ട് നമ്മൾ പരാതി കൊടുത്താൽ ഒരു വാല്യൂ ഇല്ല. ഞാൻ പരാതി കൊടുത്തില്ല കേട്ടോ. ആക്ച്വലി അവരെന്നെ പറഞ്ഞത്, ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചു, കോപ്പി ലിങ്ക് എടുത്ത് വെച്ചു, ഞാനത് പോലീസിന് ഇട്ട് കൊടുത്തു, അതായത് കൗണ്ടർ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ പരാതിയായിട്ട് വന്ന് പറയുകയാണെങ്കിൽ നമുക്ക് മുന്നോട്ട് ആക്ഷൻ എടുക്കാൻ തോന്നും. പക്ഷേ ഇവർ പിന്നെ കാണിക്കുന്നതാണ് വിശ്വസിക്കാൻ പറ്റാത്ത സാധനം. രാജ് ഇവരെ കോണ്ടാക്ട് ചെയ്തിരുന്നു, ഈ സംസാരിച്ച ആള് രാജാണെന്നും രാജ് അവരെ ഹോട്ടലിലേക്ക് ക്ഷണിച്ചു എന്നും ഒക്കെയാണ്. അപ്പോൾ ഞാൻ ഇന്നലെ വേറെ കുറേ തിരക്കുകളിലായതുകൊണ്ട് തന്നെ ആരുടെയും വീഡിയോ ഒന്നും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ലാസ്റ്റ് വൈകുന്നേരം ഒരു 8:30, 7 o'clock ഞാൻ രാജിൻ്റെ വീഡിയോ കാണുന്നത്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടാണ് ഞാൻ ഇന്നലെ ലൈവിൽ വന്നത്. ഞാൻ നല്ല ലൈവ് വരാനൊന്നും പ്ലാൻ ഉണ്ടായിരുന്നില്ല. ബട്ട് എനിക്ക് ലൈവിൽ വന്ന രാജിൻ്റെ ആ ഒരു അത് പറയണമെന്ന് തോന്നി. കാരണം അയാളല്ല, അതിനകത്ത് അയാളില്ല. ഞാനാണ് അദ്ദേഹത്തിന് ആ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തത്. അപ്പോൾ അതിനുശേഷം ആ പെൺകുട്ടി എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, തീർച്ചയായിട്ടും രാജിനെ കോൺടാക്ട് ചെയ്യുക. ബിക്കോസ് പുള്ളി വിചാരിച്ചിരിക്കുന്നത് അനോണിമസ് ആയിട്ട് വന്നത്. അനോണിമസ് അല്ലല്ലോ, ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ അത് പുള്ളി അതിൻ്റെതായ രീതി കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അവരുടെ ഒരു വോയിസ് രാജ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, നമുക്കതൊന്ന് കേൾക്കാം. ഹെർബൽ പ്രൊഡക്ട്സ് എന്നൊക്കെ പറഞ്ഞൊരു സംഭവമാണ്. അപ്പൊ ഞാൻ വെറുതെ ഇവരെ ഒന്ന് ഇത് ചാത്തൻ സേവയ്ക്ക് എത്ര ഇവര് ഇത്ര ഇത് പബ്ലിക് ആയി, ഇനിയെങ്കിലും ഇതൊന്നും നിർത്തട്ടെ. ഇങ്ങനെ വിളിക്കുന്നത് സ്ത്രീയല്ലേ, ഇങ്ങനെ ഈ ചീത്ത വിളിക്കുന്നത് നിർത്തട്ടെ എന്ന് ഓർത്തുകൊണ്ട് പബ്ലിക് ആയിട്ടുണ്ട് എന്ന് അറിയാനും പിന്നെ എനിക്ക് ആളെ മനസ്സിലായി എന്ന് പറയാനും ഞാൻ എന്ത് ചെയ്തു, ഞാൻ ആ ഇവരുടെ ബിസിനസ് അക്കൗണ്ടിൽ, അതായത് ഇൻസ്റ്റാഗ്രാമിൽ ഇവരുടെ ആ പേജിൽ നിന്ന് ഇതിനകത്തുനിന്ന് ജസ്റ്റ് ഇവർക്ക് മെസ്സേജ് അയച്ചു, ഹായ് ചേച്ചി, ചാത്തൻ സേവയ്ക്ക് എത്രയാണ് റേറ്റ് കളിയാക്കി ഒരു മെസ്സേജ് അയച്ചു. ഇവർ അന്നേരം എന്നെ നേരെ വാട്സാപ്പിൽ കോൾ ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഞാൻ എടുത്തില്ല. ഞാൻ ഇവർ നമ്മൾ ഈ നിമിഷം വരെ നേരിട്ട് സംസാരിച്ചിട്ട് അതെന്താണെന്ന് എനിക്ക് അറിയില്ല. അവരെന്താ ഈ സ്കൈപ്പ് ഉദ്ദേശിക്കുന്നത്? ഇല്ല, വിളിച്ചിട്ടില്ല. അതായത് ഇൻസ്റ്റാഗ്രാമിൽ ഇവരുടെ ബിസിനസ് അക്കൗണ്ടിൽ നമ്മൾക്ക് മെസ്സേജ് ആക്കിയപ്പോൾ ഡയറക്റ്റ് വാട്സാപ്പിലോട്ടാണ് പോകുന്നത്. അവരുടെ വാട്സാപ്പിലോട്ടാണ് പോകുന്നത്. അതായത് വാട്സാപ്പ് എൻക്വയറി ആയിട്ടാണ് അവരുടെ ആ ഒരു കൃഷ്ണ ഹെർബൽ പ്രൊഡക്ട്സ് അങ്ങനെയാണ് അവരുടെ ഇതിന്റെ പേര്. ബിസിനസ് നമുക്ക് ഓർഡർ പ്ലേസ് ചെയ്യുന്ന വാട്സാപ്പ് ത്രൂ ആണ് അവർ. അല്ലാതെ എനിക്ക് അവിടെ ഞാൻ ഷബീനബിയുടെ ഇതിന് എനിക്ക് നമ്പറേ അറിയത്തില്ല. ഞാൻ ഷബീനബിക്ക് ഈ ഇത് കൊടുക്കുമ്പോൾ, എന്താ സ്ക്രീൻ റെക്കോർഡ് കൊടുക്കുമ്പോൾ എനിക്ക് ഇവർ ആരാണോ, ഇവരുടെ നമ്പറോ ഫോട്ടോയോ ഒക്കെ അത് കഴിഞ്ഞിട്ട് ഷബീനബിന്റെ ഇത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവരെ സത്യം പറഞ്ഞാൽ നോക്കുന്നത്. ഈ ഫോട്ടോയും കാര്യങ്ങളും കണ്ടിട്ട്
വേണ്ടിയിട്ട്. എന്നിട്ട് ഞാനിപ്പോ ഈ ഇൻസ്റ്റാഗ്രാമിൽ നിന്നാണ് ഞാൻ ഇവരുടെ ഇൻസ്റ്റാഗ്രാം പബ്ലിക് ആണ്, അതൊരു ബിസിനസ് അക്കൗണ്ടാണ്. അപ്പൊ നമ്മൾ അതിനകത്ത് ഇന്ത്യയിൽ ചെയ്യുന്ന ഡയറക്റ്റ് വാട്സ്ആപ്പ് ബിസിനസ് വാട്സ്ആപ്പിലോട്ട് കൊണ്ടാണ് അത് പോകുന്നത്. ഇത് തന്നെ പറയുന്നത് ഇതിന്റെ ബിസിനസ് വാട്സ്ആപ്പ് നമ്പറാണ് അപ്പൊ പറഞ്ഞ എനിക്ക് വോയിസ് മെസ്സേജ് അയക്കുന്നുണ്ട്. ഞാൻ അതിന് ഒറ്റത്തന്തയ്ക്ക് പറഞ്ഞു, ഇവിടെ വിചാരിക്കാൻ ഒരാളാണെന്നാണ്. ഒറ്റത്തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ ധൈര്യം ഉണ്ടെങ്കിൽ കോൾ എടുക്കടി, കോൾ എടുത്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്റെ ശാപം അങ്ങനെയാണ് കുറെ വോയിസ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇതിനകത്ത്. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളുടെ അടുത്ത് എന്റെ ധൈര്യം കാണിക്കേണ്ട ആവശ്യം എനിക്കില്ല, ഇത് ലീഗലായിട്ട് പോകണമെങ്കിൽ ഞാൻ ലീഗലായിട്ട് പോകും. എനിവേ യു ആർ എക്സ്പോസ്ഡ്, ഐ ഗോ ടു യു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മെസ്സേജ് അയച്ചു. ഞാൻ സംസാരിച്ചിട്ടില്ല, ജസ്റ്റ് ഈ മെസ്സേജ് അയച്ചു. ഈ മെസ്സേജ് അയച്ചിട്ട് ഞാൻ ഇവരെ ബ്ലോക്ക് ചെയ്ത് ഞാൻ എന്റെ പരിപാടിക്ക് പോകും. കാരണം ഇതിനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ഇങ്ങനെയാണ് ചെറിയ മെന്റൽ അല്ല, അതൊരു മുഴുവൻ മെന്റലാണ്. അത് മെന്റലാണ് ആ സ്ത്രീ. അതിങ്ങോട്ട് വീണ്ടും ഈ ഇത് കൂടെ തന്നെ ഈ ചാത്തോച്ചയുടെ കാര്യം പറഞ്ഞ് മെസ്സേജ് അയച്ചോണ്ടിരിക്കുക. അപ്പൊ ഞാൻ തുറന്ന് ഞാൻ എന്തെങ്കിലും കേൾക്കും, നിങ്ങളോട് മര്യാദയ്ക്ക് പറഞ്ഞാലും മനസ്സിലാവില്ല. ഞാൻ ഇവര് അറ്റ്ലീസ്റ്റ് ഇവരുടെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഒന്ന് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവരെ ചെയ്യുന്ന കാര്യങ്ങളെ ഇങ്ങനെ ഓരോരുത്തർ വോയിസ് മെസ്സേജ്. ഇനി ഇന്നലെയാണ് ഞാൻ ചുമ്മാ നോക്കി വന്നു കഴിഞ്ഞപ്പോൾ ഈ ബിന്ദു എന്നുള്ള പേര് കണ്ടിട്ടാണ് മിനിഞ്ഞാന്ന് ചേട്ടന്റെ ഒരു വീഡിയോ കാണുന്നത്. അപ്പൊ ഞാൻ നോക്കുമ്പോൾ ചേട്ടനെ വെറുതെ ഇതിനകത്ത് അക്യൂസ് ചെയ്തിട്ടേക്കുവാണ്. എനിക്കറിയാം, ഞാൻ ഇവരെ കോൺടാക്ട് ചെയ്തു. ഈ ഒരു കാര്യം ചേട്ടൻ സേവയുടെ റേറ്റ് എന്നുള്ളത് ഞാൻ ചോദിച്ചു. ഇത്ര സംഭവങ്ങൾ നടന്നു എന്ന് എനിക്ക് അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ ചേട്ടന്റെ വീഡിയോയുടെ അടിയിൽ യൂട്യൂബ് വീഡിയോയുടെ അടിയിൽ ചേട്ടൻ കണ്ടതാണ് അത്. ഞാൻ കുറച്ച് കമന്റ് കേട്ടിട്ടുണ്ടായിരുന്നു ഇതിനകത്ത് ഇതല്ല ഞാനാണിത്. അപ്പൊ ഞാൻ എന്റെ ഫേസ്ബുക്കിന്റെ ഐഡിയുടെ പേര് രേഖിത മനോജ് എന്നായിരുന്നു. അപ്പൊ ഞാൻ ഓർത്ത് അന്ന് തന്നെ ഞാൻ മെസ്സേജ് അയച്ചു, ഈ പുള്ളിക്കാരിക്ക് മനസ്സിലാവും അറ്റ്ലീസ്റ്റ് ഇത് ഈ പുള്ളി അല്ല ചേട്ടനല്ല എന്നുള്ളത് മനസ്സിലാവും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ അതിനകത്ത് വന്ന് അറ്റ്ലീസ്റ്റ് ഞാൻ കമന്റ് ചെയ്ത് അറ്റ്ലീസ്റ്റ് അവിടെ ചേട്ടന്റെ വ്യൂവേഴ്സിനെങ്കിലും മനസ്സിലാവും. ഇതില് ഞാൻ മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? എനിക്ക് ഷഫീന ഈ ഒരു സാധനം വരുന്നുള്ളൂ. ഞാനത് പ്രതികരിക്കാൻ കാരണം അതിനകത്ത് ചാത്തൻ സേവയും കൊച്ചൊക്കെ വലിച്ചോണ്ട് പോകുന്നൊക്കെ പറയാറുണ്ട്. അതുകൊണ്ടാണ് ഞാനത് പ്രതികരിച്ചത്. ഓക്കെ, ഇത്രയുള്ളൂ. ഞാൻ കുറച്ചുകൂടി റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഞാനിതിപ്പോ ഇത്ര ഇട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രേക്ഷകർക്ക് എന്ന് മനസ്സിലാക്കാൻ ചില ഒരാളെങ്കിലും നല്ല കാര്യമാണ്. അത് നല്ലൊരു അറ്റംപ്റ്റ് ആണ് ചെയ്തിട്ടുള്ളത്. കാരണം നമ്മളുടെ നിരപരാധിത്വം തെളിയിക്കുക എന്നുള്ളതാണല്ലോ. പിന്നെ പുള്ളിയുടെ ഫാമിലിയിൽ എത്രത്തോളം എഫക്ട് ചെയ്യും എന്നുള്ളതൊന്നും നമുക്കറിയത്തില്ല. പെട്ടെന്നൊരു ദിവസം വന്നിങ്ങനെ പോക്കൃത്തരം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരിക്കലും സഹിക്കാൻ പറ്റുന്ന കാര്യമില്ലല്ലോ. ഒരാളുടെ ക്രെഡിബിലിറ്റി ചോദ്യം ചെയ്യുന്നതല്ലേ. ഒരാളെ ഹോട്ടലിലേക്ക് ക്ഷണിച്ചു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അയാൾക്ക് അയാളുടെ ക്രെഡിബിലിറ്റി തെളിയിക്കുക എന്നുള്ളത് അയാളുടെ ഉത്തരവാദിത്വമാണല്ലോ. അപ്പോൾ എനിവേ ഈ വിഷയത്തിൽ ഞാൻ എവിടെ വേണമെങ്കിലും രാജിന് വേണ്ടി സപ്പോർട്ട് പറയാൻ തയ്യാറായി നിൽക്കുന്ന വ്യക്തിയാണ്. എനിക്ക് അതിനകത്തൊരു ഇതുമില്ല. ഈ പറയുന്ന സ്ത്രീക്ക് നല്ല മുഴുത്ത പട്ടാണ്. എന്തൊക്കെ ആഭാസതരങ്ങളാണ് നമ്മളെയൊക്കെ പറ്റി വീഡിയോ ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് അറിയാമോ? എനിക്ക് ചെറിയ കുട്ടികളുമായിട്ട് എന്തോ ബന്ധമുണ്ടെന്നൊക്കെയാണ് ഇവരുടെ കുറേ വീഡിയോസൊക്കെ. അതൊക്കെ കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ വീട് അന്വേഷിച്ചെന്ന് രണ്ട് പൊട്ടിക്കാൻ തോന്നും. അമ്മാതിരി പച്ച അപരാധങ്ങൾ പറയുകയാണ് ഈ സ്ത്രീയുടെ പരിപാടി. ആർക്കോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ. എനിക്ക് അങ്ങനെയാണ് മനസ്സിലായത്. ഇപ്പോൾ രേഷ്മയുടെ വിഷയത്തിൽ മെയിനായിട്ട് അഭിപ്രായങ്ങൾ അധികം പറയുന്ന സ്ത്രീകളാണ്. അവർക്കാണ് അത് സഹിക്കാൻ പറ്റാത്തത്. കാരണം നമ്മുടെ കേരളത്തിലെ ഒരു പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ ഒത്തിരി പേർക്ക് ഒന്നുകിൽ ഹസ്ബൻഡ് നോക്കാതെ ഇട്ടിട്ട് പോയിട്ട് കുട്ടികളെ സിംഗിളായി നിന്ന് വളർത്തുന്ന ഒത്തിരി അമ്മമാരുള്ളൊരു നാടാണ് കേരളം. രണ്ടാമത് ഹസ്ബൻഡ് മരണപ്പെട്ടിട്ട് ഒറ്റപ്പെട്ടു പോകുന്ന ഒരവസ്ഥ അങ്ങനെയുണ്ട്. അപ്പോൾ മെജോറിറ്റി ഓഫ് ദം ഇത് ഈ കൂത്തൊക്കെ കാണുമ്പോഴത്തേക്ക് അതിനെതിരെ റിയാക്ട് ചെയ്യും. അതാണ് നടക്കുന്നത്. അപ്പോൾ അത് പെണ്ണാണ് എന്ന് പറഞ്ഞാൽ അല്ല, അതൊരാണാണ്. അവളെ ഹോട്ടൽ റൂമിലേക്ക് ക്ഷണിച്ചു. ഈ ഉണക്കച്ചുള്ളിയെ ഹോട്ടൽ റൂമിൽ ക്ഷണിച്ച് എന്തിന് അടുപ്പത്ത് വെച്ച് കത്തിക്കാനാ? ഇതിനെ കണ്ടാലും മതിയല്ലോ. എന്തൊക്കെയാണ് ഈ സ്ത്രീ പറയണത്? എനിക്ക് വന്നിടുന്ന കമൻറ്റ് എനിക്കിതൊരു കോമഡി പീസായിട്ടാണ് തോന്നിയത്. പക്ഷേ രാജ് ഇതിനെതിരെ പോകണമെന്ന് തോന്നിയതിൻ്റെ റീസൺ നേരത്തെ പറഞ്ഞാണ്, അദ്ദേഹത്തിൻ്റെ ചാറ്റ് ഹിസ്റ്ററി അവളുടെ കയ്യിലുണ്ടെന്ന് അവൾ പറഞ്ഞെടുത്ത് അതൊരു സീരിയസ് ക്രൈമാണ്. കാരണം ഒരാണ് ഒരു പെണ്ണിന് വിത്തൗട്ട് പെർമിഷൻ അത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയിട്ടാൽ അത് പണി കിട്ടുന്നതാണ്. അപ്പം വെരിഫിക്കേഷനും ബാക്കിയുള്ളതൊക്കെ പിന്നെയാണ് വരിക. നമ്മളിപ്പം ഒരു കാര്യം പറയാം, നമ്മളിപ്പോൾ ഒരു മാർക്കറ്റിൽ നിൽക്കുകയാണ്, നമുക്കൊരു പെണ്ണിനെ തല്ലിക്കാൻ ഒന്നും നടക്കത്തില്ല. അതായത് ഒരാണിനെ തല്ലിക്കാൻ ഒരു പെണ്ണ് വിചാരിച്ചാൽ ഈസി ആയിട്ട് സാധിക്കും. കാരണം ഒരു ഫർലോങ് അപ്പുറത്താണ് അവൻ നിൽക്കുന്നതെങ്കിലും അവനെ കയറി പിടിച്ചവനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർ എന്താ ഏതാന്ന് രണ്ടാമതേ ചോദിക്കുകയുള്ളൂ. ആദ്യം അവനെ തല്ലിയിട്ട് വന്നിട്ടായിരിക്കും മറുപടി പറയാം. അപ്പോൾ ഒരുത്തനിക്ക് രണ്ട് കൊടുക്കണമെന്ന് വെച്ചാൽ പബ്ലിക് സ്പേസിൽ പോയി ഒരു പെണ്ണ് വിചാരിച്ചാൽ സാധിക്കും. അപ്പോൾ പുള്ളിക്ക് കിട്ടാനുള്ള എല്ലാ അടിയും കിട്ടിയ ശേഷം പുള്ളി നിരപരാധിത്വം തെളിയിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അണ്ടർ സ്ട്രെസ്സ് പുള്ളി തന്നെ പറയുന്നുണ്ട് 2 ദിവസമായി ഉറങ്ങിയിട്ടില്ല എന്നുള്ളത്. പിന്നെ അതിന് മുമ്പ് പറഞ്ഞൊരു കാര്യം, ഒത്തിരി പേർക്ക് ഇത് കൊടുത്തു, ഞാനും ഒത്തിരി പേർക്ക് അയച്ചു കൊടുത്തു, ആരും ഇത് എടുക്കാൻ ധൈര്യപ്പെട്ടിട്ടില്ല. ഇന്നലെ ഞാനും ഇത് കുറേ പരാതി പറഞ്ഞിരുന്നു. നമ്മൾ കുറേ പേര് ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്, അവരൊക്കെ നമ്മളെങ്ങനെ ചെയ്തു ഇങ്ങനെ പറഞ്ഞു എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. ബട്ട് എനിക്ക് അതിനകത്ത് ഒരു അഭിപ്രായം എന്തെന്നറിയാമോ? നമ്മൾ എക്സ്പെക്ട് ചെയ്യാതിരിക്കുക. എന്ത്
റിലേഷൻഷിപ്പിലും ഫ്രണ്ട്ഷിപ്പോ ഫാമിലിയോ എന്ത് റിലേഷൻഷിപ്പിലും എക്സ്പെക്റ്റേഷനാണ് നമ്മളെ തകർക്കുന്നത്. എക്സ്പെക്റ്റ് ചെയ്യാതിരുന്ന ഒരു പ്രോബ്ലവും ഇല്ല. മൈൻഡ് അവർ ഓൺ ബിസിനസ് എന്നുള്ളതാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. അവർക്ക് വേണമെങ്കിൽ എടുക്കട്ടെ, പിന്നെ നമുക്കൊരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നൊരു തിരിച്ചറിവാണ്. ഓൾമോസ്റ്റ് എൻ്റെ കാര്യത്തിൽ അത് രാജിന് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അറ്റ്ലീസ്റ്റ് എനിക്ക് രാജിനോട് ഒരു റെസ്പെക്റ്റ് ഉള്ളത്, ഇതിനകത്ത് പുള്ളിക്ക് മറിച്ചൊരു അഭിപ്രായമുള്ളത് കൊണ്ട് തന്നെ എൻ്റെ വിഷയത്തിൽ പുള്ളി അത് വീഡിയോ ചെയ്തിട്ടില്ല. അതൊരു വലിയ, അത് മാത്രമല്ല എന്നോട് ചോദിച്ചിരുന്നു. അപ്പം ഞാൻ പറഞ്ഞതാണ് ചെയ്യണ്ട, ഇത് ചെയ്യാൻ താല്പര്യമാണെങ്കിൽ ചെയ്തോ, നിങ്ങൾക്ക് ഓപ്പോസിഷൻ ഉണ്ടെങ്കിൽ ചെയ്തോ, ഇല്ല എനിക്ക് നിങ്ങളോട് പറയാനുള്ളതേ ഉള്ളൂ, പറയുക, അത്രയേ ഉള്ളൂ, അല്ലാതെ എനിക്ക് അതിനകത്ത് ഒപ്പോസിഷൻ ഇല്ല എന്ന് തന്നെയാണ് പുള്ളി പറഞ്ഞത്. അപ്പോൾ ഒരേ അഭിപ്രായക്കാരാണ്. അപ്പോൾ പുള്ളി അങ്ങനെ ഒരു ട്രബിളിൽ നിൽക്കുമ്പോൾ എന്തായാലും എനിക്ക് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് എൻ്റെ അതൊരു ധാർമ്മികത ആയതുകൊണ്ട് മാത്രം. അതിനേക്കാൾ ഉപരി ഞാൻ കാരണം പെട്ടുപോയോ എന്നൊരു സംശയം എനിക്കുണ്ട്. ഈ വീഡിയോ ഞാൻ ഇട്ട് കൊടുത്തിട്ടല്ലേ പുള്ളിക്ക് ഇപ്പോൾ ഇങ്ങനെ ഒരു ട്രബിൾ വന്നതെന്നുള്ളത്. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഏത് എക്സ്ട്രീമിലും അദ്ദേഹത്തിൻ്റെ ഒപ്പം സപ്പോർട്ടുമായിട്ട് ഞാൻ ഉണ്ടാകും എന്ന് തന്നെ പറയുന്നു. ഞാനാണ് കൊടുത്തത്, അതൊരു പെൺകുട്ടി അയച്ചു തന്നതാണ്, അതിനകത്തൊരു ആണുങ്ങളുമില്ല. ഞാൻ ആണും പെണ്ണും തമ്മിൽ ഇങ്ങനൊരു ബന്ധം മാത്രമേ ഉള്ളൂന്ന് തോന്നുന്ന ആ തള്ളയോട് ഒന്നും പറഞ്ഞിട്ടും കാര്യമില്ല. ആ തള്ളയ്ക്ക് പ്രാന്താണെന്ന്, പച്ച പ്രാന്ത്, എന്തോ പ്രാന്തിലാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നത്. അല്ലാതെ അതിനകത്ത് എനിക്കൊന്നും പറയാനില്ല. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. നന്ദി.